രസകരമായിരിക്കും. കാരണം ഇതിന് കുറച്ച് പ്ലസ് പോയിൻറ്റും നെഗറ്റീവ് പോയിൻറ്റും ഉണ്ട്. ഇതിൽ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഏറ്റവും ഇഷ്ടം വിവാദങ്ങളാണ്. ഈ 3 പേരും ഒരുപാട് വിവാദങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ട് കറങ്ങി നടക്കുന്ന ആളുകളാണ്. ഒരുപാട് സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെച്ച് നിങ്ങളെല്ലാവരും ഇത്രയും കാലം കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിലാദ്യമായിട്ട് 40 കണ്ടസ്റ്റൻസുമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആകാംക്ഷ ഉണ്ടാകും. 40 കണ്ടസ്റ്റൻസോ? ഇത് ശരിയാകില്ല. അതെങ്ങനെയാണ് ഓരോ ആഴ്ചയും ഒരാൾ വീതം വെച്ച് എലിമിനേറ്റ് ചെയ്യുമ്പോൾ? സാധാരണ കണക്കിൽ 20 പേരല്ലേ ബിഗ് ബോസ് സീസണുകളിലെല്ലാം മത്സരാർത്ഥികളായിട്ട് വരാറ്. ഇവിടെ എങ്ങനെ 40? അതെങ്ങനെ ശരിയാകും? തീർന്നിട്ടില്ല. 21 ദിവസത്തെ ഷോ. അതെങ്ങനെ ശരിയാകും? ഇത് 100 ദിവസത്തെ ഷോ അല്ലേ? 3 ജഡ്ജസ്. അതും എങ്ങനെ ശരിയാകും? ഒരു ജഡ്ജല്ലേ ഉള്ളൂ, ലാലേട്ടൻ മാറിയോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, സസ്പെൻസുകൾ നിലനിർത്തിക്കൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 തൊട്ട് മുമ്പുള്ള ഒരു മിനി ബിഗ് ബോസ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ 40 കണ്ടസ്റ്റൻസ് ഉണ്ട്. 21 ദിവസമായിരിക്കും ഷോ. വോട്ടിംഗ് എല്ലാം ഉണ്ട് ബിഗ് ബോസിലെ പോലെ തന്നെ. ഇനി വരാനിരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം. 3 ജഡ്ജസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 3 പേരെയും ഒരുമിച്ച് എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് സംശയമുണ്ട്. വിവാദങ്ങളില്ലാതെ എന്ത് ബിഗ് ബോസ്? ബിഗ് ബോസിന് ഏറ്റവും ഇഷ്ടം വിവാദങ്ങളാണ്. ഒരു വിവാദത്തിൽ നിന്ന് മറ്റൊരു വിവാദത്തിലേക്ക്. ഈ 3 പേരും വിവാദങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ട് എപ്പോഴും എയറിലാകുന്ന വ്യക്തികളാണ്. ചിലരൊന്നും താഴത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല ഇതുവരെ. ഈ പേരുകൾ കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾക്ക് സംശയം തോന്നുന്നത് ഇവർ തമ്മിൽ എപ്പോഴാണ് അടിയൊഴിഞ്ഞിട്ട് സമയമുണ്ടാവുക? ആദ്യം ഇവർ തമ്മിലുള്ള പ്രശ്നം തീരട്ടെ, പിന്നെയല്ലേ പുതിയ കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്യുന്നത്. ജഡ്ജസ് പാനലിൽ ആദ്യത്തെ വ്യക്തി അഖിൽ മാരാർ, രണ്ടാമത്തെ ആള് റിയാസ് സലീം, മൂന്നാമത്തെ ആള് രഞ്ജിനി ഹരിദാസ്. ഇതിൽ അഖിൽ മാരാരും രഞ്ജിനി ഹരിദാസും ഇപ്പോഴും എയറിലാണ്. അവരെ ചുറ്റിപ്പറ്റി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. റിയാസ് സലീമും ഒട്ടും മോശമല്ല. ഇവർ 3 പേരും തമ്മിൽ ഒരുമിച്ച് ഒരു ഷോ ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഭൂരിഭാഗം സമയം ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് ആയിരിക്കും. ഇത് കൂടാതെ 40 കണ്ടസ്റ്റൻസ്, 40 കോമണേഴ്സ്, 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോ. അതും വോട്ടിങ്ങോട് കൂടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യും. അഗ്നി പരീക്ഷ ആദ്യമായിട്ട് ബിഗ് ബോസിൻ്റെ പ്രീ ലോഞ്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെ നമുക്കൊരു ബിഗ് ബോസ് ഷോ ആയിട്ട് തന്നെ കാണാം. കാരണം വോട്ടിംഗ് സ്റ്റാർട്ടായി, ഫാൻസ് ഗ്രൂപ്പ് ആക്ടിവേറ്റായി, ഇവരുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം ഓപ്പണായി. ഒരു പ്രീ ലോഞ്ച് ഷോ, ഒരു മിനി ബിഗ് ബോസ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അഗ്നി പരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഇതിലേറ്റവും പ്രധാനം, നിങ്ങൾക്ക് ഈ 3 ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് ഉണ്ടോ? 3 പേരെന്നുള്ളത് കുറച്ചും കൂടി കൂടുതൽ ആളുകളായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ 3 പേരെ എനിക്കിഷ്ടമല്ല, അങ്ങനെയാണോ? ബിഗ് ബോസിന് ഏറ്റവും ഇഷ്ടം വിവാദങ്ങളാണ്. ഈ 3 പേരും ഒരുപാട് വിവാദങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ട് കറങ്ങി നടക്കുന്ന ആളുകളാണ്. ഇവർ ഫുൾ ടൈം എയറിലാണ്. ഇവരിൽ പലരും ഇതുവരെ തിരിച്ചിറങ്ങിയിട്ടുമില്ല. എന്തായാലും ഈ ഷോ രസകരമായിരിക്കും. കാരണം ഇതിന് കുറച്ച് പ്ലസ് പോയിൻറ്റും നെഗറ്റീവ് പോയിൻറ്റും ഉണ്ട്. ഇതിൽ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 പേര് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള, അഗ്നി പരീക്ഷ അതിജീവിച്ച് വരുന്ന കോമണറായിരിക്കും. ഇത്തവണ ഒരു കോമണർ ബിഗ് ബോസിൻ്റെ കിരീടം എടുക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സീസണാണ്. അതുപോലെ 21 ദിവസത്തെ ഷോ കഴിയുമ്പോൾ അവരൊരു സെലിബ്രിറ്റിയായി മാറും. അവരുടെ ഫാൻ ഗ്രൂപ്പെല്ലാം നേരത്തെ തന്നെ ആക്ടിവേറ്റ് ആകും. വളരെ മികച്ച രീതിയിലുള്ള ഒരു ജനപിന്തുണ അവർക്ക് ബിഗ് ബോസ് ഷോയിൻ്റെ ലോഞ്ചിന് മുമ്പേ കിട്ടും. അതുപോലെ നെഗറ്റീവും ഉണ്ട്. അവരുടെ സ്ട്രാറ്റജികളും ടെക്നിക്കുകളും ട്രിക്കുകളും തന്ത്രങ്ങളുമെല്ലാം പബ്ലിക്കലി വിസിബിൾ ആകും. ഇവരെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരുപാട് ടൈം കിട്ടും. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മത്സരം കൂടുതൽ മികച്ചതാകും, കടുത്തതാകും.